തിരുവനന്തപുരം പൊഴിയൂരിൽ കടലാക്രമണം രൂക്ഷം. കടൽ കയറി റോഡ് പൂർണ്ണമായും നശിച്ചു. സമീപത്തെ വീടുകളിലും കടൽ കയറി. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, കടലാക്രമണത്തെ തുടർന്ന് നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ? ദിവ്യ, ഏകദേശം 3 വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത് ഇന്നത്തെ ഒരു കടലാക്രമണത്തിൽ ഉണ്ടായ പ്രശ്നമല്ല എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. കാരണം ഏകദേശം 2 ആഴ്ചക്കാലമായി തന്നെ ഈ പൊഴിയൂർ മേഖലയിൽ കടലാക്രമണം അതിരൂക്ഷമാണ്. വലിയ തിരമാലകൾ റോഡിലേക്കും വീടുകളിലേക്കും ആഞ്ഞടിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമുക്കറിയാവുന്നതാണ്, ദീർഘനാളുകളായി തന്നെ ഈ പൊഴിയൂർ മേഖലയിലെ കടലാക്രമണവും മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുമെല്ലാം തന്നെ പൊതു സമൂഹത്തിന് മുന്നിൽ വാർത്തകളായും പ്രതിഷേധങ്ങളായും വന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഈ കടലാക്രമണം വീണ്ടും രൂക്ഷമായിരിക്കുന്നത്. ആ പൊഴിയൂർ പ്രദേശത്തെ റോഡ് 2 ആഴ്ചക്കാലം മുൻപ് തകർത്തിരുന്നു. അത് ഇന്നത്തെ കടലാക്രമണത്തോടുകൂടി അത് പൂർണ്ണമായും നശിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതുവഴി നടന്നു പോലും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നതാണ് പ്രദേശവാസികൾ നമ്മോട് പങ്കുവയ്ക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ആ റോഡിനോട് ചേർന്ന് നിന്ന 2 വീടുകളുടെ ഒരു ഭാഗം കടൽ കയറി തകർന്നിട്ടുണ്ട്. ആ പരിസരത്തേക്കുള്ള വീടുകൾ, മറ്റു വീടുകൾ ഇത്തരത്തിൽ കടൽ വീട്ടിനുള്ളിലേക്ക് ഇരച്ചു കയറുമ്പോൾ എന്ന ഒരു ആശങ്കയിലും ഭീതിയിലുമാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ചില വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ മാറി താമസിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വീടുകളുടെ ഒരു ഭാഗം, 2 വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വീടിന്റെ ഏകദേശം പകുതിയോളം ഭാഗം കടലെടുത്ത് നശിച്ച സ്ഥിതിയിലാണ് ഉള്ളത്. സമാനമായ രീതിയിൽ തന്നെ അവിടുത്തെ റോഡ് ഗതാഗതം ആ പരിസരത്തുള്ള ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് 2 ആഴ്ചക്കാലമായി ഈ സ്ഥിതി തുടർന്നിട്ടും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു കടലോര ഗ്രാമമാണ്, തീരപ്രദേശമാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. അതിപ്പോൾ ആ റോഡ് ഇന്നത്തെ ഒരു കടലാക്രമണത്തോടുകൂടി പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്.